ഡ്രഗ്സ് ഉപയോഗിച്ച് പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്ത് പിള്ളേരെ സെക്ച്വലി അബ്യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് എൻ്റെ ഉള്ളത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പുറത്തുവിടട്ടാ, ഫുൾ വീഡിയോ ഞാൻ പുറത്തുവിടട്ടെ. മുഖം ബ്ലർ ഒഴിവാക്കി ഞാൻ പുറത്തു വിടും, മനസ്സിലാ? അതിൽ ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ. വീടും ഞാൻ ഇന്നലെ ലൈവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അവസ്ഥയും അതേപോലെ വീടിൻ്റെ അവസ്ഥയും എൻ്റെ മൊബൈലിൻ്റെ അവസ്ഥയും ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ക്യാമറ വിളിച്ച് എൻ്റെ നാട്ടിൽ പറയണം. ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയാ, എടാ ഒരു ആണിനില്ലടാ, ആണിന് എന്തില്ലെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഈ തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ഷമീർ, അവൻ ഉടായിപ്പ. അവന്മാരൊക്കെ പറയുന്ന വച്ച കള്ളമായിട്ട് ഉള്ള കാര്യം പറയാം. എല്ലാം കള്ളമാണെന്നൊന്നും ഞാൻ വാദിക്കാൻ നിൽക്കുന്നില്ല, എങ്കിലും ഒരു 90% കള്ളം. അതിൻ്റെ റീസൺ ഇവന്മാർക്ക് ചായ കുടിക്കാനോ വട വാങ്ങാനോ പോലും തൊപ്പി സമ്മതിക്കത്തില്ല, 10-30 രൂപ കൊടുക്കൂല. അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു സംസാരം സംസാരിച്ചപ്പോൾ ഇന്നലെ തൊപ്പിയുടെ ലൈവിൽ തൊപ്പി കുറേ കാര്യങ്ങൾ തെളിവ് സഹിതം പറഞ്ഞപ്പോൾ ഇവൻ വന്ന് അടുത്ത് സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഇവൻ കൺവീൻസ് ചെയ്ത് മറ്റേ സി യു ടുമാറോ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് പറഞ്ഞു. അതുപോലെ 2 പ്രാവശ്യം അവൻ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2000 രൂപയാണോ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ഇവൻ്റെയൊക്കെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, 2000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പൈസ ഇല്ല, എന്നിട്ട് മറ്റവൻ മമ്മു അപ്പുറത്ത് വന്നിട്ട് അയ്യോ എൻ്റെ വീട് കണ്ട ദാരിദ്ര്യം പറച്ചിൽ. ഇതൊക്കെ കാണുമ്പോൾ പൊട്ടന്മാരുടെ നമ്മൾ. എന്തായാലും ഇന്നലത്തെ ലൈവില് ദൈവന്മാരുടെ ഇത് സൂപ്പർ ചാറ്റ് ചെയ്ത സാധനം ഞാൻ ഇവിടുന്ന് കൊടുക്കാം. കൺവീൻസ്ഡ് സി യു ടുമാറോ എന്ന് പറഞ്ഞ 1000 രൂപയാണ് ഈ MRC ഷമീർ അയച്ചിട്ടുള്ള. അടുത്ത് അവൻ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പം യു ലവ് ഹനാൻഷ റൈറ്റ് സി യു ടുമാറോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 1000 രൂപ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ 1000 രൂപ അയച്ചപ്പോൾ തന്നെ ആൾക്കാർ കമൻസ് ചെയ്തു തുടങ്ങി. പൈസ ഇല്ലാത്ത നീ 1K സൂപ്പർ ചാറ്റോ, ഫേക്കാണ് നീ. അടുത്ത് ഓക്കെ, എന്തെന്ന് പൈസ ഇല്ലാത്തവൻ 1000 രൂപ സൂപ്പർ ചാറ്റ്, കള്ള. പൈസ ഇല്ലാത്ത നീ 1K സൂപ്പർ ചാറ്റോ, ഫേക്കാണ് നീ, കുണ്ടൻ. അതിൻ്റെ റീസണും ഉണ്ട്. ഇവൻ കുണ്ടനാണെന്ന് ഒപ്പിയും പറയുന്നുണ്ട്, എന്തൊക്കെയാ പറയുന്നുണ്ട്. തമ്മിൽ സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കുണ്ടൻ എന്തായാലും എല്ലാം എഗൈൻസ്റ്റ് ആണല്ലോ. ഓക്കെ, ബ്ലറാക്കിയാലും എങ്കിലും ഒന്നല്ലേ അത്. MRC മറ്റേ എന്ത് കുണ്ടൻ, എന്തൊക്കെയോ നടക്കുന്നടാ. ഏതാടാ ഈ യൂണിവേഴ്സ് തമ്മിലടിച്ച് പിരിഞ്ഞു. വിഷയം എല്ലാവരും അറിഞ്ഞാണ്, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. MRC തൊപ്പി, ഈ തൊപ്പി എന്ന് പറയുന്നവൻ ആദ്യം വെറും അൽക്കുലത്ത് പരിപാടി ചെയ്ത് ജനങ്ങളുടെ വെറുപ്പ് പിടിച്ച് വാങ്ങി ഫെയിം നേടി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ഐസോ സ്പീഡിനെയൊക്കെ കോപ്പി അടിച്ച് അമ്മാതിരി പരിപാടിയാണ്. ഇവൻ മറ്റേ ചോളച്ചിപ്പ് എടുത്ത് തിന്ന് അടുത്ത് സാമാന്യത്തിൽ എടുത്തിട്ട് പ്ലേ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ അവൻ ചെയ്ത് വൈറലായി. എന്നാൽ സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം ഇവൻ അങ്ങോട്ട് നീറ്റായി നന്മ മരം കളിക്കാൻ തുടങ്ങി. പിന്നെ യുവമാരുടെയൊക്കെ വലിയേട്ടനായി മാറി. അങ്ങനെ ഇവനൊരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ച് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കോടീശ്വരനായി മാറി. ആര്? തൊപ്പി പറയുന്ന തൊപ്പിക്ക് കോടികളൊക്കെ വരുമാനം ഉണ്ടെന്നൊക്കെ നല്ല കാര്യം. ഒന്നുമില്ലായ്മയെ കിടന്ന് നീ സെറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവ് എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നിന്റെ കഴിവ് കാരണം നീ ഇന്ന് ഈ നിലയിലെത്തി. ഓക്കെ, ഭാഗ്യം മാത്രമല്ല, നീ നല്ലവണ്ണം പ്രയത്നിച്ചു. നീ ഒരു സ്ക്രിപ്റ്റ് നിന്റെ ലൈഫിൽ നീ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് നീ ഇന്ന് ഇത്രയും കോടീശ്വരനായി മാറി. നല്ല കാര്യം, ആയിക്കോട്ടെ, നല്ലതായിട്ട് ജീവിച്ചോ. അപ്പോൾ കൂടെ നിൽക്കുന്നവന്മാർക്ക് നീ 5 പൈസ കൊടുക്കത്തില്ല, അവന്മാരെ കൊണ്ട് ഷെഡ്ഡി വരെ കഴിപ്പിച്ചു. നിന്റെ ഗേൾ ഫ്രണ്ട് അവന്മാരുടെ അടുത്ത് പറഞ്ഞെന്ന് എന്തോന്ന് നിന്റെ ഷെഡ്ഡി കഴിവാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങളും അവന്മാർ പറയുന്നുണ്ട്. ഓക്കെ, അതിലോട്ടൊക്കെ വരാം. ഇനി സായിപ്പ് ഓപ്പി വന്നിട്ട് 2000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് സായിപ്പ് ഓപ്പി ഒരു കാര്യം പറയുന്നുണ്ട്. അതിലും ഷമീറും എനിക്കിട്ടും ഒന്ന് പണിതതാ, ഇൻസ്റ്റാ റിക്കവറി. ഓക്കെ, അടുത്ത് വേറെ ഒരുത്തൻ ഷെയ്ക്ക് ഗെയിമിംഗ് OP, ബാധിക്കപ്പെട്ടതിൽ ഞാൻ മെയിൻ ഒരുത്തൻ, വ്യൂസ് അവൻ്റെ മൂഞ്ചും എന്ന്. ഈ വ്യൂസ് എല്ലാം നിഹാദിൻ്റെ അടുത്ത് നിന്നാണെന്ന് മനസ്സിലാക്കിയില്ല, ഗ്രീഡി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവന്മാർ ഫേക്കാണെന്നുള്ള രീതിയിൽ സായി കോപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവന്മാരൊക്കെ പറയുന്നുണ്ട് അത്യാഗ്രഹം, പണത്തിനോടുള്ള ആക്രാന്തം, ഫെയിമിനോടുള്ള ആക്രാന്തം. തൊപ്പിയുടെ ഈ പറയുന്ന സ്ട്രീമിങ്ങിലുള്ള അല്ലെങ്കിൽ തൊപ്പിയുടെ ഫാൻസായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി അവന്മാരുടെ ഇതിലോട്ട് ആക്കി അവന്മാർക്ക് സെപ്പറേറ്റ് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്രാന്തം എന്നാണ് പലരും പറയുന്നത്. എനിക്കത് സംശയം തോന്നി. ഓക്കെ, ഇനി ഇത് തൊപ്പിയുടെ ഡിസ്ചാർജ് സമ്മറിയിൽ അവൻ്റെ മറ്റേ അസുഖത്തിൻ്റെ ഇതാണ്, അതായത് സ്റ്റോണിൻ്റെ കേസ്, അതൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നടക്കട്ടെ, നല്ല കാര്യം. അങ്ങനെ നല്ല കാര്യമൊന്നുമല്ല ഹോസ്പിറ്റൽ കേസ്, അങ്ങനെയല്ല, അതൊക്കെ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവൻ ലൈവിൽ പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഷമീറൊക്കെ വെറും ഉടായ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇപ്പോൾ കൂടെ നിന്നിട്ട് ബിജു
അടിയിൽ കൂടി കയറ്റുന്ന പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു ട്രാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഷമീർ ഒന്നും പറയുന്നതിൽ ഒരു 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 ഇതില്ല. പ്രത്യേകിച്ച് ഒരു സമയത്ത് ഇപ്പോൾ തൊപ്പിയുടെ കൂടെ നിന്നു, തൊപ്പി ജെട്ടിയെ കഴിയിപ്പിച്ചു, അല്ലെ തൊപ്പി ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, ഞങ്ങൾക്ക് പൈസ തന്നില്ല, അത് തന്നില്ല, ഇത് തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ ആരെ പൂട്ടിയിട്ടിരുന്നില്ല. ആര്? തൊപ്പി പൂട്ടിയിടുകയോ അവിടെ പിടിച്ച് കെട്ടിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തൊപ്പി അങ്ങനെ പെരുമാറുന്ന മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇട്ടെറിഞ്ഞിട്ട് പോകാമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പോയോ? ഒറ്റ മനുഷ്യന്മാരും പോയില്ല. പോകാതെ പകരം നിങ്ങൾ അവിടെ നിന്നു. എന്തിന്? തൊപ്പിയുടെ ഫെയിം. ആ ഫെയിം വഴി നിങ്ങൾക്കും ഫെയിം വേണം, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയുന്നു തൊപ്പി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. എനിക്ക് അത് അർത്ഥമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ നിന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തൊപ്പി ഇത്തരക്കാരനാണെന്ന് നിങ്ങൾക്ക് സ്വയമേ തോന്നിയതെങ്കിൽ ആദ്യമേ ഇട്ടിട്ട് പോകാമായിരുന്നു. പകരം അവിടെ സഹിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിങ്ങളുടെ മറ്റേ എഗ്രിമെൻ്റ് ഒന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഇത്ര വർഷം ഞാൻ നിൻ്റെ അവിടെ നിൽക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇട്ടിട്ട് പോകാമായിരുന്നു. നിങ്ങൾ പോയോ? ഇല്ല. പകരം നിങ്ങൾ അവിടെ നിന്ന് ഫെയിം നേടാൻ ശ്രമിച്ചു, നേടി. എന്നിട്ട് അവസാനം ഫെയിമൊക്കെ നേടി നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടെന്ന്. അതേ തുടർന്ന് അഹങ്കാരം അല്ലെങ്കിൽ ആക്രാന്ത മാർത്തിയൊക്കെ കൂടിയപ്പോൾ ഒരു പരിപാടികളൊക്കെ കാഴ്ചവെച്ചു. പിന്നെ തൊപ്പിയെ ഞാൻ 100% ന്യായീകരിക്കാനൊന്നും വരത്തില്ല. അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഉള്ളത് തന്നെയാണ്. പിന്നെ അവൻ 5 പൈസ പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഷമീർ വന്നിട്ട് 2000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്യുന്നു തൊപ്പിക്ക് തന്നെ. അപ്പം അതൊക്കെ കാണുമ്പോൾ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോലും പൈസ തരില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലെനിക്കൊരു അർത്ഥം തോന്നുന്നില്ല. പിന്നെ നിങ്ങളൊക്കെ ഇടുന്ന വീഡിയോ, ഇപ്പോൾ ഷമീർ ആയാലും അവരൊക്കെ ആയാലും പ്രൊമോഷൻസ്, ഇപ്പോൾ മറ്റേ അവൻ്റെ മമ്മു, ഇവന്മാരൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൈസകളെല്ലാം എന്ത് ചെയ്ത് കുഴിച്ചിട്ടാ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സെൽഫായിട്ടുള്ള പേജുകളിൽ. അപ്പോൾ ഈ പൈസയെല്ലാം നീ കുഴിച്ചിട്ടാ? നിന്റെ വീട് പണിക്ക് ഇനി തൊപ്പി സെപ്പറേറ്റ് പൈസ ഇറക്കി തരണം. നീ എടുക്കുന്ന പണിക്ക് അവൻ പൈസ തരുമായിരിക്കും. ഇനി തരുന്നില്ല എങ്കിൽ അവൻ്റെ കൂടെ എന്തിനു പണിക്ക് നിൽക്കുന്നു? ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ. ഇപ്പോൾ തൊപ്പി നിങ്ങൾക്ക് പൈസ തരുന്നില്ല, പൈസ തന്നില്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എന്തിനു തൊപ്പിയുടെ കൂടെ വീണ്ടും പണിക്കുന്നു? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ നീ ഒന്ന് ഉത്തരം തരാൻ പറ്റുമെങ്കിൽ താ കേട്ടോ. അപ്പം നിങ്ങളവിടെ നിന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഫെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലാണ്ട് അതിൻ്റെ അപ്പുറം വേറെ ഒരു തേങ്ങയുമില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് കണവണാന്ന് പറയുമ്പോൾ എനിക്കത് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഞാൻ തൊപ്പി പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, അത് ആദ്യം ഒന്ന് കൊടുക്കാം. ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിന്, അതിൻ്റെ അത് പുറത്ത് വിടാനായിരിക്കും. അത് വിട്ടോ, വാട്ടവർ. ഇതൊന്നും മോനെ ഇതിൻ്റെ അത്ര സീനല്ല, മനസ്സിലാ. ഡ്രഗ്സ് ഉപയോഗിച്ച് പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്ത് പിള്ളേരെ സെക്ച്വലി അബ്യൂസ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിലുള്ള അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പുറത്തു വിടട്ടാ. ഫുൾ വീഡിയോ ഞാൻ പുറത്തു വിടട്ടെ. മുഖം ബ്ലർ ഒഴിവാക്കി ഞാൻ പുറത്തു വിടും, മനസ്സിലാ. അതിൽ ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ. ആ ഓക്കെ, അതും എന്നിട്ട് ബ്ലാക്ക് മെയിൽ, സ്വന്തം കൂടെ നിന്ന് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത്രയും വളർത്തി വലുതാക്കി അവൻ്റെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയാൽ നിൻ്റെ അത്ര ഒന്നും ഇല്ലടാ, മനസ്സിലാ. നിൻ്റെ അത്ര ഒന്നും എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെ പോയാലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഈകളെ കുറിച്ച് ഞാൻ 2 ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഓണസ്റ്റായിട്ട് ഞാൻ പറയും, ഈകളെന്നെ കുറിച്ച് അപരാധം പറഞ്ഞപ്പോൾ ഞാൻ ഈകളെ കുറിച്ച് പറഞ്ഞത്, ഇവന്മാർ ഫുൾ ടൈമില്ല എൻ്റെ ബാക്കിൽ അടിയിടൊക്കെ ക്യാമറയും ഇത് വോയിസും ഓണാക്കിയിട്ട് എന്നോട് ചിരിച്ചും കളിച്ച് നമ്മൾ ഈ ലൈവെല്ലാം കഴിയുമ്പോണ്ടല്ലോ, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അവിടെ ഇവിടെയല്ലോ എടി ഇവൻ പറഞ്ഞൊരു കാര്യം അറിയുമോ, എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ വരലുണ്ട്, ഇവൻ എന്നോട് ബ്ലാക്ക് മെയിൽ, അത് ഉള്ളതാണെന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഇവൻ്റെ കയ്യിലുണ്ടെന്നാ, മനസ്സിലാ. ഇതിൽ തപ്പിയൊക്കെ ഒരു വീഡിയോ കിട്ടി, ഒരു വീഡിയോ അങ്ങനത്തെ അല്ല, നമ്മളെ പ്രൈവറ്റ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയത്. പക്ഷേ പ്രൈവറ്റ് വീഡിയോ അല്ല, നമ്മളെ റൂമിൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഇവൻ പുറത്തിങ്ങനെ ക്യാമറ വെച്ചിട്ട് എന്താ ക്യാമറയിൽ ഓഡിയോ മാത്രം, നമ്മൾ രണ്ടാളും സംസാരിക്കുന്നത്, ഞാനും ഓളും സംസാരിക്കുന്ന ഓഡിയോ ഇതിൽ. ഓക്കെ, ചെയ്യുന്നതെല്ലാം ചെറ്റത്തനങ്ങളാണ്. നിങ്ങൾ അങ്ങോട്ട് ചെളി വാരി എറിയുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വാരി എറിയുന്നുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ തൊപ്പി പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് പിള്ളേരടക്കം ഡ്രഗ്സ് കൊടുത്ത് സെക്ഷലി യൂസ് ചെയ്തു. ഇറ്റ്സ് എ ക്രൈം. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് തൊപ്പി അതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്തിട്ടുള്ളതും ആ ക്രൈമിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഈ ക്ലിപ്പ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എത്തിക്കേണ്ട ആൾക്കാരിലേക്ക് ഈ സാധനം എത്തിക്കണം. ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പിള്ളേർക്കടക്കം, അതായത് കൊച്ചു പിള്ളേരടക്കം അവിടെ യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ക്രൈം. നിങ്ങൾ വേറെ മാഫിയ സെറ്റപ്പാ, പല ഇല്ലീഗൽ പരിപാടിയും നടക്കുന്ന സെറ്റപ്പാണെന്ന് ഇവിടെ നിന്ന് തന്നെ എക്സ്പോസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനി എത്തിക്കേണ്ടവരുടെ കയ്യിൽ ഈ ക്ലിപ്പ് എത്തിക്കണം. കാരണം തൊപ്പിയുടെ വായിൽ നിന്നും ഇത് വീഴ്ന്നിട്ടുണ്ട്. തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് ഈ സാധനം ചോദിക്കണം. ഇത് വെറുതെ വിടാൻ പറ്റുന്ന ഒരു കേസല്ല. നീയൊക്കെ എന്ത് തന്തയില്ലായ്മ കാണിക്കുന്നത് പോലെ, നീയൊക്കെ പരസ്പരം ചെളിവാരി എറിയുന്നത് പോലെ അല്ല ഈ കേസ്. ഇത് നിന്നെ അറസ്റ്റ് ചെയ്ത് ഈ കേസ് തെളിയിക്കണം.
ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇതെന്തായാലും എത്തിക്കേണ്ടവരിലേക്ക് ഈ ക്ലിപ്പ് ഇത്ര എത്തിക്കും. പിള്ളേരടക്കം അവിടെ ഡ്രഗ്സ് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ വിടേണ്ട ഒരു കേസ് അല്ലല്ലോ. ഓക്കെ, കാര്യം പിടികിട്ടി കാണുമല്ലോ, കാണുന്ന ആൾക്കാർക്ക് കാര്യം പിടികിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്കി നിന്റെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇത് എത്തിക്കേണ്ട ആൾക്കാരിലേക്ക് എത്തിക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇത് അപ്പം തന്നെ ലൈവിൽ കണ്ടപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തങ്ങ് എടുത്ത് വെച്ച ആവശ്യം വരും. ഓക്കെ, ഇനി ഇവ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. അങ്ങോട്ട് ചെളി എറിയുന്നു, ഇങ്ങോട്ട് ചെളി എറിയുന്നുണ്ട്, നല്ല പോലെ വാരി എറിയുന്നുണ്ട്. എന്തായാലും ആരും വെടുപ്പല്ല എന്നുള്ളൊരു കാര്യം സത്യമാണ്. ഞാനും വെടുപ്പല്ല, ആരും വെടുപ്പല്ല, എല്ലാം കണക്കാണ്. പക്ഷേ ഇവിടെ തൊപ്പിയുടെ കൂടെ നിന്ന് ഫെയിം ഉണ്ടാക്കിയിട്ട് അവനെ തന്നെ ചെളിവാരി അടിച്ചുകൊണ്ട് പോകുന്ന കുറേ ടീംസ്. ഇവിടെ തൊപ്പിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി മിസ്റ്റേക്ക് ആണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കും, ഈസ് എ ബിസിനസ് മാൻ. അവൻ ഇത്രയും വളർത്തിയെടുത്ത ഒരു ഇതുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ വന്നു നിന്നിട്ട് ഒരു സമയത്ത് ഇവന്മാരൊക്കെ എൻജോയ് ചെയ്ത കാറ് കഴിവലും അതും ഇതും, ഇവൻ്റെ അവിടെ നിന്ന് ജെട്ടിയിട്ട് ഡാൻസ് കളിച്ചത് അതും ഇതൊക്കെ എൻജോയ് ചെയ്ത് വളരെ കോമഡി ആയിട്ട് ചെയ്തിട്ട് ഇപ്പം വന്നിരുന്ന എല്ലാം കുറ്റമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. ഇനി ഇവന്മാരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് റീച്ച് ഉണ്ടാക്കിയതാണോ എന്ന് ഡൗട്ടുണ്ട്. പിന്നെ എന്നാലും ഞാനൊരു കാര്യം പറയാം, അതിനുള്ള ചാൻസ് കുറവുണ്ട്. കാരണം ഈ കുട്ടികളെ അടക്കം യൂസ് ചെയ്ത കാര്യം ഇവൻ വിളിച്ച് പറയുന്ന സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു ഇത് പോസിബിലിറ്റി കുറവാണ്. പിന്നെ കൂടെ നിർത്തുന്നവന്മാരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. ഇവിടെ എല്ലാവരും നമ്മളെ മറ്റേ മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് വരുവടെ. പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. നമ്മുടെ നല്ലത് കണ്ട് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്ക് നല്ലതുണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ നിൽക്കത്തില്ല. എല്ലാവരും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വാർത്ഥ പരിപാടികൾക്കും ഒക്കെ ആയിട്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അല്ലാണ്ട് അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം മമ്മുവാലും കുമ്മുവാലും ജമീറായാലും വേറെ ഏതൊക്കെ കുറേ വേട്ടവളയന്മാരുണ്ട്, എല്ലാം കണക്കാണ്. അവന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിനും റീച്ചിനും ഫെയിമിനും വേണ്ടിയിട്ട് മാത്രം അവിടെ നിന്ന് ഒരു കുക്കെന്ന് പറഞ്ഞിട്ട് ഒരു വേട്ടവാളിയം കിടന്ന് അവൻ കുറേ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ആദ്യമായിട്ടും MRC ഗാങ്ങിൽ ജോയിൻ ചെയ്ത സമയത്ത് നീ കുറേ തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പിയെ കുറേ പുകഴ്ത്തി എനിക്ക് പൈസയൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ശമ്പളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പൈസയൊന്നും വേണ്ട എന്ന് കിടന്ന് അവൻ കൂവിയ വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എടുത്ത് കൊടുക്കുന്നൊന്നുമില്ല, എനിക്ക് ഓർമ്മയുണ്ട് ആ വീഡിയോ. എനിക്ക് പൈസയൊന്നും കിട്ടിയില്ല കുഴപ്പമില്ല, എനിക്ക് നിങ്ങളുടെ കൂടെയൊക്കെ നിന്നാൽ മതി. ഈ ഒരു സെറ്റപ്പ് സംസാരം അന്ന് അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ട് ഇപ്പുറത്ത് വന്ന് മാറി നിന്ന് കൊണ അടിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ എന്ത് എത്തിക്സ് ഉണ്ടെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. എല്ലാം കുറെ വേട്ടവാളിയന്മാര്. ഞാൻ അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ തൊപ്പിയെ കുറ്റം പറയേണ്ട കാര്യമില്ല ബേസിക്കലി. എന്നാൽ എവിടെയൊക്കെ തെറ്റുണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് പറയേണ്ട കാര്യമില്ല. ഒരു സമയത്ത് അവൻ്റെ കൂടെ നിന്ന് ഫെയിം യൂട്ടിലൈസ് ചെയ്ത് നീയൊക്കെ എടുത്തിട്ട് ഇപ്പം ഒന്ന് പറയുന്നു, അയ്യോ അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചു ഇങ്ങനെ ചെയ്യിപ്പിച്ചു. നീയൊക്കെ ഷെഡിയിട്ട് കളിച്ചിട്ട് നീയൊക്കെ അവൻ്റെ കാറും കഴുകി കൊടുത്ത് അവൻ്റെ ഷെഡിയും കഴുകി കൊടുത്ത് അവിടെ കിടന്നിട്ട് ഇപ്പം വന്നിട്ട് കുറ്റം. നിനക്കൊക്കെ പറ്റിയില്ല ഇട്ടിട്ട് പൊക്കൂടെ, പോയില്ല, ഫെയിം ഉണ്ടാക്കാൻ നിന്നു. നീയൊക്കെ വിചാരിക്കുന്നു ഇപ്പം നിനക്കൊക്കെ സെപ്പറേറ്റ് ഫാൻ ബേസ് ആയിരുന്നു. ഒരിക്കലുമല്ല. തൊപ്പിയുടെ കീഴിലുള്ള അവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിന്നെയൊക്കെ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അവൻ കാരണമാണ് നിന്നെയൊക്കെ ഇഷ്ടപ്പെട്ടത്, അല്ല നിനക്കൊന്നും സെപ്പറേറ്റ് ഫാൻ ബേസ് ഇല്ല. പിന്നെ കുറേ പേര് കാര്യം അറിയാതെ കിടന്ന് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് പറ്റത്തില്ല, മനസ്സിലായോ? ഞാൻ നിൻ്റെയൊക്കെ എല്ലാ എണ്ണത്തിൻ്റെ വീഡിയോകളും ഞാൻ ശ്രദ്ധിച്ചു, കുറേ ഇരുന്ന് കണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് അതാണ്. ഒരു സമയത്ത് ഇവനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇപ്പം വന്നിട്ട് ചെളിവാരി അടിക്കുന്നു. ആ ഒരൊറ്റ സാധനമാണ്. ഓക്കെ, തൊപ്പി ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു. ഷമീറിന്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിന്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാനൊരു കാര്യം പറയാം. ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. എന്നെക്കാളും മുകളിലേക്ക് എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡിയോ? എടാ ഓൻ എന്തെങ്കിലും പറഞ്ഞത് ഷഡി ഡാൻസ് ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചത് അല്ല, ഞാൻ നിർബന്ധിച്ച് ഷഡി ഡാൻസ് കളിപ്പിച്ചത് അല്ല. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രൂഫ് ചെയ്യുന്നുണ്ടല്ലോ. ഓൻ പറയുന്നത് എന്ത് പ്രൂഫുള്ളത്? ഓൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഇത്രയും പ്രൂഫുകളായിട്ട് ഇരിക്കുന്നത്. ഓൻ സംസാരിച്ച എന്തെങ്കിലും കാര്യത്തിന് ഒരു പ്രൂഫ് ആ ആഡ്സൻസ് ഇങ്ങനെ കാണിച്ചിട്ട് ഓക്കെ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 മാസം മുമ്പ് ഞാൻ ഇവൻ 0 തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ ഭയങ്കര ഈഗോവും എക്സ്ട്രീം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം. പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കാര്യം. ഓക്കെ, അല്ല അതിന് മുന്നേ കാര്യം യൂട്യൂബ് ചാനലിൽ ലൈവ് കാര്യത്തിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ ഷമീറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 12 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഈ 12 വർഷം മുന്നേ ചെറുപ്പത്തിൽ ഞാൻ ഷമീർ, ഫസൽ, മുനു നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ ഇവൻ ഷമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും 5-6 പേര് ഒരുമിച്ചൊരു കൂട്ടം. ഓക്കെ, ഞാൻ ഈ ലൈവിൽ വന്നിട്ട് ഇവനെ മുനുവിനെ പോലും ഞാൻ സൈഡാക്കി വെച്ചിട്ട് ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ ഇഞ്ചക്ട് ചെയ്തു. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവന്മാരെ വളർത്താൻ വേണ്ടി ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും കയറി വന്ന് ഇരുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും അവനെ ഫോളോ ചെയ്യില്ല. അവൻ്റെ ബാക്കിൽ പോലെ അവർക്ക് വ്യൂസോ അവർക്ക് പൈസയോ അവർക്ക് റീച്ചോ കൂടുതല. അതെനിക്ക് അറിയുന്നുണ്ട്. അവൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ്. അവൻ ഒരിക്കലും തെറ്റിയില്ല, അവൻ ഒരിക്കലും ചതിക്കൂല. അത്രയും ബോണ്ടൊക്കെ ഫേക്ക് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അവൻ്റെ അടുത്തേക്ക് വ്യൂവർഷിപ്പിനെ എത്തിച്ചു. അത് ഞാൻ ചെയ്ത് തെറ്റാണ്. ഓക്കെ, അത് ഞാൻ ചെയ്ത് തെറ്റാണ്. ഇവൻ പണ്ട് എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പോക്ക് പോയി. ഇവന് കുറച്ച് പുതിയ ആൾക്കാർ കിട്ടിയപ്പോൾ ആരൊക്കെ കിട്ടിയപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകളുണ്ട്. ഒന്ന് കുറേ ലോങ്ങായി പോകും. ഇവൻ പോയി. പിന്നെ ഇവൻ പോകുന്നത്
ഞാൻ ഇതാക്കിയതിന് ശേഷം അതായത് ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ഓക്കെ, ഈ സാധനം ഒന്നും ഞാൻ ഷമീറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതൽ ഇതേവരെ എൻ്റെ കൂടെ കട്ടക്കിക്കുന്ന കൂട്ടുകാരനാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇത് ഞാൻ പറയേണ്ടി വരുന്നത് ഗൈസ്, ഈ ഷമീറിൻ്റെ ഫേസ് തുറന്ന് കാട്ടേണ്ടി വരുന്നത് ഇന്നലെ അവർ ചെയ്ത ആ പരിപാടിക്ക് കൊണ്ടാണ്. ഓക്കെ, 3 മാസം മുമ്പ് ഇവർ അത്രയും എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ്, അത്രയും ഒരു ഹൊറിബിൾ ഒരു അനുഭവം എനിക്ക് തന്നിട്ട് പോയിട്ട് അതുവരെ ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ട് പച്ച കള്ളങ്ങൾ അല്ല ഇവ മൊത്തം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ നിരവധി വിളിക്കണം. അതിനുവേണ്ടി മാത്രമേ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ തിരിച്ച് കയറി. ഇവൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് ഇവന് റീച്ച് ആവണം, ഇവന് പൈസ ഉണ്ടാക്കണം, ഇവന് ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. സ്റ്റിൽ സ്ക്രിപ്റ്റിംഗ് ടു സ്ക്രിപ്റ്റ്. ഓക്കെ, ഈ ഞാൻ പറഞ്ഞ ലൈവ് തീരുന്ന സ്ക്രിപ്റ്റ് എന്നുള്ള കമന്റ് എന്തായാലും വരും. അല്ല തീരുന്നുണ്ടോ കേട്ടോ, തീരുന്ന സ്ക്രിപ്റ്റ് കുറച്ച് സമയം കാര്യങ്ങൾ മാറും. കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിടുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള ബാക്കിയെ മാഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അവിടെ നിർത്തിയത് ഇവൻ തിരിച്ചു വന്ന് ഇവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവൻ ബാക്കിൽ നിന്ന് പണി തുടങ്ങി. മനസ്സിലാവും? ആദ്യം തന്നെ ഇവൻ പറഞ്ഞ കളവിൽ നമുക്ക് തുടങ്ങാം. അതായത് ഇവൻ അത്രയും കാലം സ്ട്രീം ചെയ്ത് 3-4 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഓക്കെ, എൻ്റെ അക്കൗണ്ടിലേക്കാണ് 3-4 ലക്ഷം രൂപ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞല്ലോ. അത് കളവാന്ന് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഈ എല്ലാം ഇടുന്ന സ്ക്രിപ്റ്റ് ഇടുന്ന ഇതാക്കുമോ? ക്ലിയർ ആയിട്ട് നിങ്ങൾ കേട്ടാണല്ലോ 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടാണല്ലോ അല്ല എന്നിട്ട് ഇവൻ കാണിക്കുകയും ചെയ്തു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവൻ്റെ യൂട്യൂബിൽ കണക്ട് ചെയ്തതിൻ്റെ എന്തോ ഒരു സാധനം PC ഇവൻ കാണിക്കുകയും ചെയ്തു. അല്ല ഇത്ര വരെ ഓക്കെ ആണല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എത്രയാണ് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്ര എനിക്ക് ഓർമ്മയില്ല, 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡായിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡായിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ഇവന് കൊടുത്തു. ഓക്കെ, ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പോൾ കാണിക്കും. ഓക്കെ, അത് ഓൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ഓനോട് ലൈവിൽ പറയണം, നിന്റെ യൂട്യൂബ് എടുത്തിട്ട് ആ ഹിസ്റ്ററി കാണിക്കണം, നിന്റെ പേയ്മെന്റ് ഹിസ്റ്ററി കാണിക്കണം. നിങ്ങൾ ചോദിക്കണം അത്രയും പച്ച കള്ളം തൊട്ട് എന്നെ അത്രയും എന്നെ കള്ളാണ് വിളിക്കുന്ന ആൾക്കാർ. മനസ്സിലാവും? എന്നെ കള്ളാണ് വിളിക്കുന്നത്. ഇവൻ്റെ നക്കാപ്പിച്ച 30,000 മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന തീട്ട പൈസ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ചോദിക്കണം. ഓക്കെ, കേട്ടോ, ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചാൽ ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അതിൽ എത്ര പേയ്മെന്റ് വന്നതെന്ന് കാണാൻ പറ്റും. അതിൽ ഇവൻ യൂട്യൂബ് ലൈവ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സെക്കൻഡ് ചാനൽ വന്ന പേയ്മെന്റ് ആയ എത്ര $? കാണിച്ചാൽ അതിവൻ കൺവേർട്ട് ചെയ്തു. അത് ഡേറ്റ് കാണിച്ചില്ല. എന്തൊരു പച്ച കളയാനൊക്കെ അത്രയും ദേഷ്യം ഷമീറ. ഇന്നലെ നീ ചെയ്ത കാര്യം ഇല്ല, ഇത് ആരും മുഞ്ചാൽ എനിക്കറിയണ്ട. ഇത് മൊത്തം ഞാൻ തുറന്നു കേട്ടോ. എനിക്ക് പറയാനുള്ള തൊപ്പി എല്ലാവനെ വലിച്ചൊരു ഒട്ടിക്കണം. ഓക്കെ, കാരണം എനിക്കത് കണ്ടപ്പോൾ നിന്റെ ഭാഗത്ത് ജെനുവിനിറ്റി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഷമീർ പച്ച കള്ളം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പ്രത്യേകിച്ച് നിന്റെ ലൈവിൽ ഇന്നലെ വന്നവൻ സൂപ്പർ ചാറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവനെ ക്യാച്ച് ചെയ്തതാണ്. അവന് എത്ര വലിയ ഉടായ്പാണ്. 5 പൈസയില്ല, ചായ കുടിക്കാൻ പോലും പൈസയില്ല. അയ്യോ, വേറത്തെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കണം. ആര്? മമ്മു. ഉള്ള എല്ലാം നിന്നെ വെച്ച് ഉപയോഗിച്ചല്ലോ എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. സത്യം, നിന്റെ ഭാഗത്ത് മിസ്റ്റേക്കൊക്കെ കാണും, ഇല്ലെന്നില്ല. നീ പൂർണ്ണ 100% നന്മവരോ നല്ലവരെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിന്നെ വച്ച് യുവമാരെ ഉപയോഗിച്ചു ഈ ഒരു അവസരത്തിൽ. ഓക്കെ, അത് ഞാൻ മനസ്സിലാക്കിയതാണ്. നിന്റെ ഇന്നലത്തെ ലൈവ് ഇരുന്ന് കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നീ കുറേ തെളിവുകൾ കാണിക്കുന്നു. മറ്റവന്മാർ വെറുതെ വന്നിട്ട് കണ്ണാ എന്തൊക്കെ വിളിച്ച് പറയുന്നു. ഓക്കെ, ഇന്നലെ കൊള്ളാം ജമീറും കുമീറും ഒക്കെ നിന്നെ വെച്ച് യൂസ് ചെയ്ത് ദയവ് ചെയ്തിട്ട് ഇവനെയൊക്കെ അൺഫോളോ ചെയ്ത് പോയിട്ട് ഇവനെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ പോകുക. നിങ്ങൾ കുറേ പേര് ചേരി തിരിഞ്ഞ് ആൾക്കാർ തമ്മിലടിച്ച് അവൻ്റെ ഫാൻസ് ഇവൻ്റെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. മണ്ടത്തരവാ. കുറേ എണ്ണ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മമ്മു അവൻ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങി. നിങ്ങൾ കണ്ടു നോക്ക്. വീടും ഞാൻ ഇന്നലെ ലൈവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അവസ്ഥയും അതേപോലെ വീടിൻ്റെ അവസ്ഥയും എൻ്റെ മൊബൈലിൻ്റെ അവസ്ഥയും ഞാൻ പറഞ്ഞത്. ഇത് ക്യാമറ വിളിച്ച് എൻ്റെ നാട്ടിൽ തരണം. പിന്നെ ഞാൻ ഇന്നത്തെ കുറേ വീടിൻ്റെ അവസ്ഥയും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വീടെന്തായാലും കാണിക്കാൻ വെച്ചു. ഞാൻ എന്തായാലും വീടെന്തായാലും കാണിക്കാം. കാരണം ഇന്നലെ പറഞ്ഞത് എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും വീട്ടിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ കാര്യങ്ങളും ഞങ്ങൾക്ക് കാണിച്ചാൽ പറഞ്ഞു. കാരണം ഇത്രയും കൊല്ലം അവിടെ നിന്നിട്ട് ഞാൻ അവിടെ എന്തുണ്ടാക്കി എന്നുള്ള ഒരു തെളിവ് വേണമല്ലോ. കാരണം എന്ത് തന്നു, അതായത് എൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് എന്ത് തന്നു, എൻ്റെ വീടാണ്. ഇത് സ്വന്തം വീടൊന്നും, ഇത് തറവാടാണ്. തറവാട് എന്ന് വെച്ചാൽ തറവാടല്ലേ, വേറൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഉമ്മയില്ല. ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ പിന്നെ വീഡിയോയിലൊന്നും അങ്ങനെ തലകാണിക്കില്ല. കാരണം വരില്ല. അനിയനങ്ങ് വരെ പോയി എന്തായാലും അവർ വരും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ എറണാകുളത്ത് ഇങ്ങോട്ടേക്ക് വന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ ആരെങ്കിലും ആൾതാമസം ഉണ്ടാടേ. അത് കണ്ടിട്ട് എനിക്ക് തോന്നില്ല എന്തോ ഓട്ടവ. എന്തായാലും ഇതാണ് അവൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം പറച്ചിലാവാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥവന്മാർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് തൊപ്പിയുടെ കൂടെ ഇത്രയും കാലം നിന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നീയൊക്കെ ചെയ്ത പ്രൊമോഷൻ്റെ പൈസ എവിടെ? നീയൊക്കെ കുഴിച്ചിട്ടാ അതാ തിന്നിട്ട് തൂറിക്കളഞ്ഞ. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കണം. അതിൽ നിന്നൊക്കെ എടുത്ത് വീട് പണി ചെയ്തൂടെ? എല്ലാത്തിനും തൊപ്പി വരുമോ? പിന്നെ നിന്റെയൊക്കെ പെങ്ങളുടെ കല്യാണം വരുമ്പോൾ വേറെടുപ്പ് വരുമ്പോഴും തൊപ്പി പൈസ വാരി തരണമെന്ന് എന്തൊക്കെ നിയമമുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം. നീയൊക്കെ അവൻ്റെ അവിടെ പോയി കിടന്ന് നിക്കറും ചെട്ടിയും അടക്കം കഴുകി കൊടുത്തിട്ട് ഇപ്പം വന്നിരുന്ന് കുറ്റം പറയുന്നു. നീയൊക്കെ എന്തോ ആയെന്നുള്ള തോന്നല് നിനക്കൊക്കെ സ്വയമേ. ഞാനതാണ് മനസ്സിലാക്കിയ കാര്യം. എനിക്ക് ഒരുത്തനെയും എടുത്തു വെച്ച് അമ്മാനാടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നണേ ഞാൻ വിളിച്ചു പറയും. ഒരു സമയത്ത്
അവിടെ പോയി കിടന്ന് റീച്ചിന് വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും കാണിച്ച് അവൻ പറയുന്ന പോലെ എല്ലാം കേട്ട് നടന്ന് ഒരു കോപ്പും വേണ്ട, ചിലവന്മാർ പൈസ പോലും വേണ്ട, എനിക്കിവിടെ വരാൻ ചെയ്ത് അയച്ചു തന്നെ വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് പറയുന്നു ഒന്നും തന്നില്ലെന്ന്. നിനക്ക് കണ്ണാക്കി തരായിരുന്നു. ഇനി ഇവന്മാർ രണ്ടും കൂടി ഷമീറും മമ്മുവും കൂടി ഇരുന്ന് കുറച്ച് കൊണ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയില്ല, ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് തന്നെ ചെയ്തിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവൻ വളർത്തിയിട്ടുണ്ട്. മനസ്സിലായോ? വളർത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഇവൻ വളർത്തിയിട്ടുണ്ട്. ഇവൻ വളർത്തി നമുക്ക് വാച്ചിങ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് പറ്റാവുന്ന കാര്യം 100% ഇട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ ചെയ്തതെന്നുള്ളത് പിന്നെ എപ്പോൾ മനസ്സിലായെന്നറിയോ? ഈ പറഞ്ഞ പോലെ നമ്മൾ ₹1 ചോദിച്ചപ്പോൾ ആണ് ഈ പറഞ്ഞ സത്യം എൻ്റെ വായിന്ന് വന്നത്. എന്ത് എടാ കുണ്ണുങ്ങളെ, നിങ്ങളൊക്കെ ഇവിടെ ഇതാക്കുന്നത് എനിക്ക് കാര്യങ്ങൾ ഇതാക്കാനും എൻ്റെ കാര്യങ്ങൾ ഇതാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന റൂളും ഞാൻ പറയുന്ന കാര്യങ്ങളും മാത്രമേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോകും. എല്ലാന്നുണ്ടെങ്കിൽ നീ എല്ലാം ഒറ്റയ്ക്ക് പോയിട്ട് മൂഞ്ചിക്കോ. എന്നോട് പറഞ്ഞ കാര്യം അത്. എന്നോട് പറഞ്ഞ കാര്യം നീ ഒറ്റയ്ക്ക് പോയി മൂഞ്ചടാ മെയ്രിയെന്നാണ് എന്നോട് പറഞ്ഞ കാര്യം. മനസ്സിലായോ? നീ ഒറ്റയ്ക്ക് പോയി മൂഞ്ചടാ മെയ്രിയ. അതിൻ്റെ വാശിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ സ്വർണ്ണം പണയം വെച്ചതും അതിന് ഞാൻ PC എടുത്തതും മനസ്സിലായോ ഇതാക്കുന്നതും. അപ്പോൾ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ലോകം അല്ലെങ്കിൽ രണ്ടാൾ ഇവൻ അറിയണം. ഇവൻ ആരായിരുന്നു, ഇവൻ ചെയ്ത ഇതെന്തായിരുന്നു എന്നുള്ളത് രണ്ടുപേരും അറിയണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ കാര്യം പറയാം, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ ഇമോഷണൽ ഒരു പുണ്ടയായിപ്പോയി ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ ഇതാക്കും. നിങ്ങൾക്ക് മറ്റേ അശ്വിൻ ബ്രോനോട് ചോദിച്ചാലും ഈഗിൾ ബ്രോനോടും ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. മനസ്സിലാവും? എന്നെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പിള്ളേരെ കാര്യം ഈ പറഞ്ഞ പോലെ ഇത് നമ്മളറിയുന്ന ഒരു എന്നെ കാണാൻ വരുന്ന ഒരു ചുരുക്കം പേരുണ്ട്. ഈ ചുരുക്കം പേരിലെങ്കിലും അവർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഷമീർ കളയാനെല്ലാന്നും ഷമീർ ഈ പറഞ്ഞ പോലെ ഒരുത്തനെ ഊമ്പിച്ചിട്ട് വന്നതെല്ലാന്നും അവരെങ്കിലും എന്നെ മനസ്സിലാക്കണം. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, കുറേ ആൾ. കാരണം ഇത്രയും ഇതാക്കിയിട്ട് ഇനി എന്തിനാണ് ബ്രോ? ജാസിക്ക് ഒരു PC ജാസിക്ക് ഒരു PC കൊടുത്തല്ലോ. അത് നിങ്ങൾ കണ്ടല്ലോ, കണ്ടുകൊണ്ടത് കണ്ടല്ലോ മക്കള് അല്ലേ? അത് കണ്ടല്ലോ. ഓക്കെ, കണ്ടു. ആ PC എവിടെ ജാസി? PC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ PCൻ്റെ കാര്യം ഞാൻ സന്തോഷമായിരുന്നു ഇത് ഡിക്ലെയർ ചെയ്തപ്പോഴല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞല്ലോ, ഈ പരിപാടിയുടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, പരിപാടിയൊക്കെ ഒന്ന് ഇതായി ലൈവെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ റൂമിൽ പോയി. അപ്പോൾ റൂമിൽ പോയിട്ട് പിന്നെ ഫുൾ ഹാപ്പിയാണ്. ഇതേ ലൈവിൽ തന്നെ എന്നോട് പറഞ്ഞത് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മെൽവിനെ എടുക്കാന്നൊക്കെ പറഞ്ഞു. അല്ല, എനിക്ക് ഏറ്റവും വലിയ ഇതുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പോയി ചോദിച്ചു ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് എന്തിനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞല്ല എനിക്കിങ്ങനെ PC സെറ്റ് ചെയ്തെന്നല്ലോ, അപ്പോൾ ഞാൻ ഐഡിയ ലൈവ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് ഈ കമൻറ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജൊക്കെ എനിക്കൊന്നും കാര്യങ്ങൾ അറിയാണ്ടുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നം, നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എടാ ഓൾറെഡി എൻ്റെ PCയിൽ പിന്നെ എന്തോ അപ്ഗ്രേഡ് ചെയ്യണം, എന്തൊരു പേര് റെസിപ്പിൻ്റെ അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സംഭവം എനിക്ക് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡേറ്റിൽ പോലും അല്ല, അത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് അറിയില്ല, ഈ ഡേറ്റിൽ പോലും അല്ല. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് തോന്നുന്ന എന്തായി കഴിഞ്ഞാലും അതൊക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലും ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ ലൈവ് ഒക്കെ ഇപ്പോൾ കണ്ട് TVൻ്റെ കാര്യം പറഞ്ഞത്, എടാ കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു TV ചവിട്ടി പൊട്ടിച്ച് എന്താ പ്രശ്നം? ഇത് ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ₹100 എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ് അത് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാര് വിറ്റതും അത് വെച്ച് ഇതാക്കിയതും നമ്മളെ മണ്ടന്മാരാക്കാനുള്ള കാരണം അതാണല്ലോ. സത്യടാ, നമ്മളെ സത്യം ബ്രില്യൻ്റ്. ഞാൻ എന്തെല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ഊമ്പിച്ചാൽ ഞാൻ പറയാം. ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. അത് ഞാൻ പറയാം. ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയോ? നിയാദ് എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനില്ല. തൊപ്പി എന്താണെന്നറിയോ? തൊപ്പിയുള്ള ഓപ്പണാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തെറികളും കാര്യങ്ങളൊന്നും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനില്ല പോടാൻ വയ്യെന്ന് ഓപ്പണായിട്ട് പറയും. പക്ഷേ മറ്റേ പരിപാടിയിലടാ നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട് ഇതെല്ലാം ചണ്ടിയായിട്ട് നമ്മൾ ചണ്ടിയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. മാത്രമല്ല എല്ലാം ഇപ്പോൾ PCൻ്റെ കാര്യമായാലും ഇതേ രാത്രി തന്നെ PC തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം പിന്നെ എന്താ പറയുക, അന്ന് തന്നെ ഓൺ ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ് കുക്കിൻ്റെ. അതായത് ഇനി മുതൽ നീ കുക്ക് ചെയ്യേണ്ട, മെൽവിനെ കൊണ്ട് കുക്ക് ചെയ്ത്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഇന്നേ വരെ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ പറയാത്തൊരു സാധനം. ഞാൻ അവിടെ ഏകദേശം എനിക്കൊന്നൊരു 4-5 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്, പട്ടീനെ പോലെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അലക്കാരനായിട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കായിട്ടും എടുത്തിട്ടുണ്ട്, ആശാരിയായിട്ടും എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ ഇന്നവരെ ₹1 തന്നില്ല. തരാത്ത എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക, നമ്മൾ ഓൻ്റെ ഒപ്പം നിൽക്കണമെന്നും അവിടെ ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ തരാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും നമ്മളാ എന്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കാര്യം സെറ്റാക്കും. പിന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലും വീട്ടിലൊരു ആവശ്യ സാഹചര്യമോ മോശമായി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുമല്ലോ, അതിന് സഹായിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി. എന്നിട്ട് അന്ന് രാത്രി PC അന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ രാത്രി എന്താ പറയുക, ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം അപ്പം എന്നോട് അറിയാം, മെൽവിൻ്റെ സാലറി നീ തന്നെ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു നീ അതെ എടാ, ഞാൻ സാലറി കൊടുത്തു, ഞാൻ അത്രയും മാസം എൻ്റെ വീട്ടിലേക്ക് പൈസ അയക്കുന്നത് എങ്ങനെയാണ് അറിയാടാ. ഓൾറെഡി എനിക്ക് 1-2 മാസം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി, ₹1 ഇവിടുത്തെ കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടൂലെന്ന്. ഞാൻ പിന്നെ എന്താക്കി, ഇൻസ്റ്റ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. ആ വീട്ടിലില്ല ഗാങ് ഹൗസിൽ ആദ്യമായിട്ട് ചെറിയ മിനി വ്ളോഗും റീലൊക്കെ എടുക്കുന്ന ഞാനാണ്.
കാരണം എനിക്ക് മനസ്സിലായി കാര്യം ഇതിങ്ങനെ പോയി. അപ്പോൾ എന്നെ കൊണ്ട് എപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കാൻ നോക്കും. കാരണം വേറെ എഡിറ്റിംഗിലായിരിക്കും അല്ലെങ്കിൽ ഇവൻ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലായി. കാരണം വീട്ടുകാരോട് ഡെയിലി ഇവന്റെ തെറിയും കേൾക്കും, എപ്പം കേൾക്കും. കാരണം വെച്ചാൽ ഓൻ പറയും നീ നിന്റെ കാര്യം വേണ്ടി മാത്രമല്ല നീ ചെയ്യുന്നുള്ളൂ. അതായത് ഓൻ ചിലപ്പോൾ അലക്കാനുള്ള തുടങ്ങിയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ പറയുക, ഫുഡ് ചിലപ്പോൾ പൊളിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പൊളിച്ചക്ക് എന്താ പറയുക 4 മണി ലൈവ് കഴിയുന്ന സമയത്ത് എത്ര അറിയാം, 2-2:30 മണിക്ക് കഴിയുക. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കിടന്നിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പോൾ ഫുഡിന് നേരത്തെ എണീക്കണം. നമുക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പറയും എടാ എനിക്ക് മുട്ട കുറിച്ച് ഉണ്ടാക്കി തരണം, പിന്നെ ഓംപ്ലേറ്റ് ഇതാക്കി തരണം, അതാക്കി തരണം എന്നുള്ള പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടോ. ഇവൻ പറഞ്ഞ പോലെ നമ്മളും കുറേ രാത്രി കറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ പുറലോകത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക. ഗതി കെട്ടിട്ടാണ് പറയുന്നത്. വരാപ്പോഴിന്ന് ഒരു മുട്ട ബജിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രം നമ്മൾ എത്ര ആൾക്കാർ കറഞ്ഞു ചോദിക്കലുണ്ട് പൈസക്ക്. എടാ ഒരു ബജിക്കല്ല അവിടെ ഒരു 8 റുപ്യേ ഉള്ളൂ. 8 റുപ്യന് ബജിയും ചായയും കുടിക്കാൻ വേണ്ടി ആകെ ഒരു സമാധാനം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് മാത്രം കുടിക്കാനാണ്. ഇത് കുടിക്കാൻ പോലും കടം മേടിച്ചിട്ട് ഇങ്ങനെ ഇതായി കൊടുക്കുക. ഈ മെൽവിനും പറഞ്ഞ പോലെ തന്നെ 1-2 മാസം കൊടുക്കും. പിന്നെ ഞാൻ അതിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അതിന് കാവില്ല. എന്നെ ദൈവം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓനോട് ഞാൻ അവസാനമായിട്ട് ട്രിക്കാ രക്ഷപ്പെടാൻ ഞാൻ ട്രിക്കാ. എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഉമ്മയും വിളിച്ചിട്ട് എപ്പോൾ ഇങ്ങനെ പറയും ഒരു 5 വയസ്സ് കിട്ടാണ്ട് എന്തിനാ നിൽക്കുന്നത്, ഓൾറെഡി ഒന്ന് റീലും കാര്യങ്ങളൊന്നും ഇടാനും പറ്റുന്നില്ല വൃത്തിക്ക്. കാരണം ഇതെല്ലാം പണിയുടെ ഇടയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക ആവില്ലാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, മെൽവിൻ്റെ സാലറി ഞാൻ കൊടുക്കും. അതിൻ്റെ ഇടയിൽ മെൽവിന് ആക്സിഡൻ്റ് ആയി. അടുത്തൊരു വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ച് ആ വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ചപ്പോഴും അവിടുന്ന് പൈസ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ കൊണ്ടുവന്നിട്ട് എന്നോട് പറയാം എന്നാൽ പകുതി പൈസ നീ കൊടുക്കും. എടീ പകുതി പൈസ എടാ ഇവനല്ലേ ജാസി, ആ മറ്റേ കുക്കായിട്ട് വന്നാൽ അവനാണ് ഇവൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവന് പൈസയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവൻ എൻ്റെ അത് കയറുന്ന കൊണ അടിച്ചത്. ഇപ്പം നിനക്ക് PC പൈസ ഫോണ് എന്ത്? എടാ പോടാ നാണോ മാനോ ഉളുപ്പില്ലാത്ത മോന്മാരെ. അല്ലാണ്ട് നിന്നെയൊക്കെ ഞാൻ എന്നാ പറയാനാ. ആദ്യം വന്നു കയറിയ സമയത്ത് ഒരുത്തനും പൈസ കൊണ്ട് ഒന്നും വേണ്ട, ഇവിടെ എത്താൻ പറ്റിയ എന്നെ ഭാഗ്യം. മറ്റേ ബിഗ് ബോസിൽ പോണ പോലെയാണ് ഇവന്മാരെ പറച്ചില്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പൈസക്കണം തമ്മിൽ തല്ലുന്ന നാറികള്, പണം ആക്രാന്തം പിടിച്ചവന്മാര്. നാണം ഉണ്ടാടാ നാറികള് എനക്കൊക്കെ, വേട്ടവാളിയന്മാര്. എന്നിട്ട് ഇപ്പം ഒരുത്തൻ അവൻ്റെ അമ്മയുടെ മറ്റേ സ്വർണം കൊണ്ട് പണയം വെച്ച PC വാങ്ങിയത്. എന്തോന്നടാ ഇതൊക്കെ. എന്നിട്ട് അവൻ അപ്പുറത്തിരുന്ന് പണയം വെച്ചവനാണ് ഏത് അമ്മയുടെ സ്വർണം പണയം വെച്ച് PC വാങ്ങിയെന്നാണ് ഈ ഷമീർ എന്ന് പറയുന്നവൻ പറഞ്ഞത്. ഇതേ ഇവനാണ് അപ്പുറത്തിരുന്ന് ഇപ്പൊ തൊപ്പിയുടെ ലൈവില് സൂപ്പർ ചാറ്റ് ചെയ്ത് കൊടുത്തത് 2000 രൂപ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അമ്മയുടെ സ്വർണം എടുത്ത് പണയം വെച്ചവൻ ഇങ്ങനെ ചെയ്യുമോ? അവൻ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യുമോ? പൈസ ചുമ്മാ കൊണ്ട് ഒരുത്തൻ 2000 രൂപ ഇട്ട് കൊടുക്കുമോ? ഇല്ല. ഇപ്പൊ ഇവന്മാരെല്ലാം പറയുന്നത് കള്ളവാ. തൊപ്പി പറയുന്നതിലാണ് എന്തൊക്കെയോ സത്യമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടാ. ഞാൻ തൊപ്പിയെ വൈഭാഷ അടിക്കുന്നതെന്നല്ല, കാരണം എനിക്ക് തൊപ്പിയെ വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല. ഞാനിവനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ളവനാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇല്ലാത്ത കാര്യം വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കിവിടെ തൊപ്പിയുടെ ഭാഗത്താണ് ന്യായമായിട്ട് തോന്നുന്നത്. ഇവന്മാരെല്ലാം കള്ളന്മാരാ. ഇതാ മറ്റവൻ അയ്യോ എനിക്ക് ഒരു തേങ്ങ വേണം വേണ്ടെന്ന് പറഞ്ഞവനാണ് ഇപ്പം വന്നിരുന്ന് കുണയ്ക്കുന്നത്. ജാസി എടാ നാളെ നിനക്ക് ഉളുപ്പുണ്ടാടാ കേട്ട കിഴങ്ങന്മാരെ ഇറങ്ങിയിരിക്കുന്നു. ഓരോരുത്തന്മാർ നാണോ മാനോ ഇല്ലാത്തന്മാർ. ഒരുത്തൻ്റെ കൂടെ നിന്ന് അവൻ്റെ ഫെയിം അതേപോലെ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് ഫെയിം എത്തിയപ്പോൾ നിനക്കൊക്കെ മറ്റേ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കുത്തിക്കഴപ്പ്. നിനക്കൊക്കെ ഇത്രയും ദിവസം എവിടെ ആയിരുന്നോ നിൻ്റെയൊക്കെ കൊണയടി? പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകാത്തതിന് എന്തിനവിടെ വലിഞ്ഞു നിന്ന്? അതാണ് എൻ്റെ ചോദ്യം. നീയൊക്കെ എന്തിനവിടെ നിന്ന്? നിന്നെയൊക്കെ അത്രയ്ക്ക് ക്രൂരമായിട്ട് തൊപ്പി അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നീയൊക്കെ എന്തിനവിടെ നിന്നു? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പറ. ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയുക, എടാ ഒരാണിനില്ലടാ, ആണിന് എന്തില്ലെങ്കിലും കുറച്ച് അതായത് ഓനക്ക് ഒരാണാന്നുള്ള കുറച്ചൊരു അഭിമാനത്തിൻ്റെ ഒരു ഇതുണ്ട്. ഓൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറയാം ജാസി ഓൻ്റെ ഡ്രസ്സുണ്ട്, അണ്ടർവെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊന്നും അലക്കണേ. ഇനിയിപ്പോൾ ഇൻ കേസ് അടുക്കളയിൽ എന്തായി പോയിട്ട് തിരക്കായി പോയി കഴിഞ്ഞാൽ പറയും അത് നിന്നോട് പറഞ്ഞതല്ല നീ എന്താ ചെയ്യാത്തത്. അതായത് ഓൻ്റെ ഗേൾ ഫ്രണ്ട് പോലും പറയുന്നത് വായിലുള്ള കേൾക്കേണ്ട ഒരവസ്ഥ അത്രേ. പിന്നെ ഞാൻ ഇന്നേ വരെ എൻ്റെ ഉമ്മ സത്യോ സിഗരറ്റോ കഞ്ചാവോ ഡ്രഗ്സോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ ഉമ്മ അന്നും ഇന്നും പറഞ്ഞ കാര്യമാണ്. നീ എന്ത് വന്നാലും എന്തൊക്കെ ഇതിലായിപ്പോയാലും നീ അത് ഉപയോഗിക്കരുത്. പക്ഷെ അവിടുന്ന് ഇവൻ എന്നെ കൊണ്ട് ഡ്രഗ്സ് അടക്കം കുടിപ്പിക്കാൻ നോക്കി. ഞാൻ കുടിച്ചിട്ടില്ല. ഞാനതാ പറഞ്ഞടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ അതിൻ്റെ ശേഷം മെൽവിന് ഫുഡ് ഉണ്ടാക്കാൻ വന്നില്ല. മെൽവിൻ ഫുഡ് ഉണ്ടാക്കാൻ വന്നിട്ടും മെൽവിന് 1-2 മാസം സാലറി കൊടുത്ത ഞാനാടാ. ഞാനെങ്ങനെ സാലറി കൊടുക്കുന്നത് നിങ്ങൾക്കറിയോ? ഇപ്പോഴും ഇൻസ്റ്റയിൽ ചില പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒന്ന് എടാ നിനക്ക് സാമാനത്തിന് ഉറപ്പുണ്ടാ? നീ റോട്ടിൽ പോയി കുനിഞ്ഞതുപോലെ പാലത്തിൻ്റെ ഇടയിൽ പോയി കുനിഞ്ഞ് നിന്ന് നീ ഉണ്ടാക്കി. ഇതിനേക്കാൾ അന്തസ്സുണ്ട് കേട്ടാ. നീയാണ് വന്നു കയറിയ സമയത്ത് പറഞ്ഞ മറ്റേ 1 ലക്ഷം രൂപ സാലറി കൊടുക്കട്ടെന്ന് എന്തൊക്കെ പറഞ്ഞ് ലൈവിൽ തൊപ്പി ചോദിച്ച സമയത്ത് അയ്യോ എനിക്ക് പൈസ ഒന്നും കിട്ടിയില്ല ഒരു കോപ്പുമില്ലെന്ന് പറഞ്ഞവനാണ് നീ.
പിന്നെ നീ എന്നാത്തിനാ മെൽവിനെ എടുത്ത് സാലറി കൊടുത്ത് അത്രയ്ക്ക് നന്മ വരുമോ നീ? ആ സാലറി കൊടുക്കാനുള്ള പൈസ എനിക്ക് എവിടെ നിന്ന് കിട്ടി? എൻ്റെ ക്വസ്റ്റ്യനാ. മറ്റവന് 2-3 മാസം മെൽവിന് സാലറി കൊടുക്കാൻ നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലല്ലോ. തൊപ്പിയുടെ കൂടെയല്ലേ നിൽക്കുന്നത്, അവിടെ നിന്നല്ലേ ഊറ്റുന്നേ. പ്രൊമോഷൻസ് കിട്ടി. നീ പ്രൊമോഷൻ നിനക്കൊക്കെ എങ്ങനെ കിട്ടി? നീയൊക്കെ തൊപ്പിയുടെ കൂടെ വരാതെ ഒരു ചാനൽ തുടങ്ങി കുണച്ചിരുന്നെങ്കിൽ ഒരു പട്ടി നിന്നെയൊക്കെ തിരിഞ്ഞു നോക്കൂ? ഇല്ല. തൊപ്പിയുടെ അടുത്ത് വന്നതുകൊണ്ട് 10 ആളറിഞ്ഞവന്മാരാണ് നീയൊക്കെ. എന്നിട്ട് അവൻ്റെ കൂടെ ഒന്ന് കുണ്ടിക അടിച്ചു കൊടുത്തില്ലടാ നീയൊക്കെ. എന്നിട്ട് കുണച്ച വർത്തമാനം പറയുന്ന നാണമില്ലാത്തവന്മാരെ. ഇവനാണ് എനിക്ക് ഏറ്റവും ചൊറിഞ്ഞു പോകണം. ഇവൻ ആദ്യം വന്നു കയറിയ സമയത്ത് പറഞ്ഞാണ് ഇവന് പൈസ വേണ്ടെന്ന്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഗുണവധികാരം പറയുന്നു കോപ്പിലവന്മാർ. അടുത്തതാ മറ്റവന്മാരെ വീണ്ടും ബാക്കി ഗുണം കേൾക്കാം. ആൾക്കാർ നമ്മളെ കാണുന്നത് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന ആൾക്കാർ മെയിൻ്റിലുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം നമ്മളെ ഇവർ പൈസ ഉണ്ടോ. കാരണം നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും ഓൻ്റെ ഷൂ തുടക്കല് ഓൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മൾ കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാൽ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും സമ്പാദിച്ചതിൽ നിന്ന് നമ്മളെ ഇതും നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടി ഏടി ഇതാക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അയ്യോ ഇതുവരെ 2-2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. അതെന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേൻ്റെ മേലെ പോകരുതെന്നാണ് റാംബോൻ്റെ എല്ലാം അടുത്ത നിയമം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ആളെ ചോദിക്കുന്നത്. 2-2.5 വർഷത്തോളമായിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും സഹിച്ചു നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്റർ ഒരു കാര്യം വന്നപ്പോൾ ഇതാക്കി മമ്മൂൻ്റെ ഈ പറഞ്ഞ പോലെ വീട് ഞാൻ എത്ര പറഞ്ഞു നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ് ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കട്ടെ. കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂൻ്റെ വീട് അതൊന്നും കാണിക്കണം. കാരണം എൻ്റെ വില പോകുന്ന കേസാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അതൊക്കെ വീട് ഷമീറ എല്ലാവർക്കും അറിയുന്ന കാര്യം. 2-2.5 വർഷത്തോളമായിട്ട് വീടുള്ള മമ്മൂന്, അതായത് എനിക്ക് ഏതാ മൊബൈൽ നിങ്ങൾക്കറിയാം. എൻ്റെ മൊബൈൽ ഇവനിക്കറിയാം. എൻ്റെ മൊബൈൽ ഏതാണ് വിവോ അല്ലേ? വിവോ, അതായത് ബേക്കും മുമ്പും ഡിസ്പ്ലേ ഉള്ള ഫോൺ. അതാണ് പല ആൾക്കാർക്കും ഐഫോണുകൾ വെറുതെ. അതെ, എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ ബർത്ത്ഡേക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഐഫോണും കാര്യങ്ങളും കൊടുക്കുമ്പോൾ കാരണം ഇവ എല്ലാവർക്കും ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് വിഷമിക്കും. കാരണം ഈ ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഫോൺ പോലും തന്നിട്ടില്ല. ഞാൻ ചോദിക്കും നീ അത് എനിക്ക് ഞാൻ തന്നെ ചോദിച്ചു. കാരണം ഇങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു, നീ അത് എനിക്ക് ഐഫോണൊന്നും വേണമെന്നില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഫോൺ മതി. ഇതാ ഞാൻ ഡിസ്പ്ലേ ആക്കിയിട്ട് 3 പ്രാവശ്യം ഓൻ്റെ അടുത്തേക്ക് പോകും. ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ടേ? അത് മാറ്റിയിട്ടാൽ മതി. ഒരു 1,200 രൂപേൻ്റെ ലോക്കൽ ഡിസ്പ്ലേ അങ്ങ് മാറ്റിയിട്ടാൽ മതി. മുമ്പ് നീ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അപ്പുറം പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. തെളിവില്ല. അതായത് വീഡിയോഗ്രമായിട്ടുള്ള സാധനങ്ങളൊന്നും. പക്ഷേ കണ്ട ആൾക്കാരുണ്ട്. കാരണം ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും അവിടെ നിന്നില്ല. കാരണം എന്തൊരു തമാശ രീതിയിൽ നീ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പാടും കാര്യം ഇങ്ങോട്ടേക്കാണ് വന്നത്. കാരണം ഒന്നും പറയാം. കാരണം അത്രയും അതിന് മുമ്പ് എനിക്ക് നീ അതിന് ഭയങ്കര ഇഷ്ടം. കാരണം അന്ന് ഇത്രയും എത്തിച്ചത് ഒന്നില്ലായ്മയിൽ നിന്ന് ആൾക്കാർ ആരും അറിയാത്തതിൽ നിന്ന് തന്നെ അറിഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഇത് നീ അതിനോട്. ഞാൻ ഇപ്പോൾ എന്നോട് പറയാം, എനിക്ക് അന്നേരം നിന്നെ ഇഷ്ടമായിരുന്നു. എല്ലാവരും ഇഷ്ടം. പക്ഷേ നീ എൻ്റെ ആ മുഖത്ത് ചവിട്ടി. കാരണം അത് എനിക്ക് വിഷമായിട്ടാ ചവിട്ടിയാനല്ലടാ വിഷമായത്. പക്ഷെ കൂട്ടത്തിൽ നിർത്തി. അതായത് നമ്മളൊരു ഫാമിലി കൂട്ടത്തിൽ നിന്നിട്ട് നീ എൻ്റെ മുഖത്ത് ചവിട്ടി. അതായത് കൂട്ടത്തിൽ ഒരാൾ നമ്മളെ ദ്രോഹിച്ചെന്നുള്ള ഒരു സാധനമില്ലേ, ആ ഒരു വേദന ഉമ്മ സത്യം ആ ഒരു വേദന ഞങ്ങൾക്ക് ഉണ്ടായത്. കാരണം അന്ന് ഞാൻ കരഞ്ഞിന്. കാരണം ഇവനോട് ചോദിച്ചാലും ജാസിനോട് ചോദിച്ചാലും ആടിലെ ആൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റില്ല. കാരണം കണ്ണിന്ന് വന്ന ഒരു ഇതുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവിച്ചതാണ് ഞാനും ജാസിയും ഷമീറും എല്ലാവരും. ആടെ കാരണം റാംബോൻ്റെ അടിയെന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാണ്. നിങ്ങളുടെ ലൈവിൽ കാണുന്നുണ്ടല്ലോ അടി. അതേപോലത്തെ നല്ല ശരിക്കും എനിക്ക് ദേഷ്യം പിടിച്ച എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓൻ്റെ ഷഡ്ഡി കളിക്കിച്ചില്ല അടി. ഓൻ്റെ ഷഡ്ഡി കളിക്കിച്ചില്ല അന്ന് പൈസയില്ല, ചായയില്ല, ഒന്നുമില്ല. ഓൻ്റെ ആട്ടും തുപ്പും കേട്ടിട്ട് ഓൻ്റെ ഷഡ്ഡി വരെ അലക്കിയിട്ട് അവിടെ നിൽക്കണം. നിയാദിൻ്റെയും അതൊക്കെ എല്ലാം ഓക്കെ. നിയാദിൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓൾ ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാം, ഒന്ന് നിയാദിൻ്റെ ഷഡ്ഡി പോയി അലക്കുക. കാരണം ഓൻ്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര താഴാന്ന്. നമ്മളെങ്ങനെയാണ് അവർ കാണുന്നത്?
നമ്മളെന്താ അടുത്ത നായ്ക്കളോ? നമ്മളെ അങ്ങനെ തന്നെ നമ്മൾ നായ്ക്കളാണോ അടുത്ത? നമ്മൾ മനുഷ്യന്മാരല്ല. ഒന്നില്ലെങ്കിലും ഓൻ്റെ ലൈവ് നമ്മൾ എന്റർടൈൻമെന്റ് ആക്കുന്നില്ല. അത് ഓനിക്ക് തോന്നില്ലേ? ഓനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല. നമുക്ക് അതേ ചോദിക്കാനുള്ളൂ. എൻ്റെ ലൈവിൽ ഇത്ര എന്റർടൈൻമെന്റ് ആക്കുന്നുണ്ട്, ചെറിയ എന്തെങ്കിലും നമുക്ക് തരണ്ടേ? ഈ ആട്ടും തുപ്പും ഇത് മാത്രം മതിയോ? സഹി കെട്ടുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്നേഹമില്ലേ? അതെങ്കിൽ നമുക്ക് മതി. എടാ നിനക്കൊക്കെ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല, നിനക്കൊക്കെ വീട്ടില് 5000 രൂപ ഇല്ല, അത് ഇതൊക്കെ എന്നൊക്കെ നീ പറയുന്നുണ്ട്. എടാ ഷമീറ, നീ 2000 രൂപയാണ് ഇന്നലെ തൊപ്പിയുടെ ലൈവിൽ അയച്ചത്. നിനക്ക് അവിടെ നിന്ന് പൈസ ഇല്ലാത്ത നീയൊക്കെ ഈ 2000 രൂപ എടുത്ത് ലൈവിൽ അയക്കുമോ? ഇല്ല. അപ്പം നിൻ്റെ കയ്യിലൊക്കെ പൈസ ഉണ്ട്. തൊപ്പി കറക്റ്റായിട്ട് നിനക്കൊക്കെ പൈസ തന്നിട്ടുമുണ്ട്. അല്ലാതെ നിനക്കൊക്കെ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ നീയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ. അപ്പം നിൻ്റെ കയ്യിലൊക്കെ നല്ലോണം പൈസ ഉണ്ട്. എന്നിട്ട് നിൻ്റെയൊക്കെ അവതാരം കേട്ട് കഴിഞ്ഞാൽ മോന്മാരെ പിടിച്ചെറുത് ഇടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പച്ച കള്ളം തൊപ്പുന്ന കാട്ടപരാധികൾ. ദേഷ്യം വരണം കണ്ടപ്പോൾ. അവൻ വളർന്ന് അവൻ വേറെ ലെവലായി, സിനിമയിൽ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ കരിയർ ബിൽഡപ്പ് ചെയ്ത് പോകുമ്പോൾ തന്തയ്ക്ക് പറക്കാത്ത സോങ് കാണിക്കില്ലേ കേട്ടാ. കൂടെ നടന്ന് അവനെ വെച്ച് ഊറ്റി നീയൊക്കെ ഒരു ഇതുണ്ടാക്കി എടുത്തിട്ട് ഇപ്പം അവൻ്റെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കുന്നില്ല. ഇതിനേക്കാളും നല്ലത് നീയൊക്കെ പണത്തിന് വേണ്ടിയാണ് ഈ പരിപാടി കാണിച്ചതെങ്കിൽ പാലത്തിൻ്റെ അടിയിൽ പോയി കുഞ്ഞിക്ക്. ഇതിനേക്കാളും അന്തസ്സുണ്ട്. ഇനി വേറെ ഒരുത്ത ഇതിൻ്റെ ഇടയിൽ കയറി വന്ന് ഷാജഹാൻ അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. എടാ നീയൊക്കെ വർഗീയവാദികളും വർഗീയ വിഷവും ജാതിയും മതവും പറഞ്ഞ് കുതിതിരിപ്പോടെ ഉണ്ടാക്കി നാട്ടുകാരെ തമ്മിലടിക്കുന്ന പരിപാടിയാണ് ഉണ്ടാക്കിയത്. അപ്പം അതും നിൻ്റെയൊക്കെ ഈ കുണച്ച മറ്റേ ഇതും എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടി കുത്തിക്കയറ്റി വെളുപ്പിക്കാൻ നോക്കരുത് കേട്ടാടാ. തൊപ്പി ഫേക്ക് ആണെന്ന് അന്നേ നിങ്ങളോട് എല്ലാരോടും ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അവന്റെ എല്ലാ ഉടായ്പും പൊളിഞ്ഞില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഫേക്ക് ആണെന്ന്. പടച്ചോണ്ടടാ മേലെ, പടച്ചോൻ അത് തെളിയിക്കും. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇവൻ ചെയ്യണ സഹായങ്ങളൊക്കെ കളവാണെന്നുള്ളത്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? എടാ റാംബം നായെ, ഉളുപ്പുണ്ടടാ നായെ. എനക്കൊക്കെ സ്വന്തം അനിയന്റെ പ്രായമുള്ള ആ ചെക്കനെ കൊണ്ടൊക്കെ അന്റെ ജഡ്ഡി കേകിപ്പിക്കാന് അതിലേക്കാൾ അന്തസട നായെ. ഒരു മുളം കയറെടുത്തിട്ടേ തൂങ്ങിച്ചവട പന്നി. അന്ന് എന്നെ തെറി വിളിച്ചോലൊക്കെ എവിടെ പോയി? അന്നിന്റെ വാപ്പാനെ തെറി വിളിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്റെ വാപ്പയാണ് എന്നെ ഷാജാനെന്നാക്കിയത്. മക്കളെ, നിങ്ങളെ സ്വന്തം വാപ്പാനെ ആരെങ്കിലും തെറി വിളിച്ചാൽ നിങ്ങൾ വെറുതെ വിടുവോ? ഞാൻ വിടൂല എന്ന് പറഞ്ഞാൽ അതിലൊരു അപ്പീലും ഇല്ല. അന്ന് ഫോൺ വിളിക്കുമ്പോഴേ ഷാജാൻക്കാന്നല്ലാതെ വിളിക്കൂലേനോ വീഡിയോയിലോ. അത് എന്റെ ഡിഫറെന്റ് ക്യാരക്ടറാണ് മോനെ. അന്ന് എന്നോട് ഞാൻ പറഞ്ഞു പടച്ചോൻ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ല മക്കളെ? സത്യം എന്താന്നുള്ളത് പടച്ചോൻ തെളിയിച്ച് കഴിഞ്ഞു. എവിടെടാ തൊപ്പിന്റെ ഫാൻസേരും കാണാഞ്ഞ, ഓന്റെ അക്കൗണ്ടും കാണാഞ്ഞ. അക്കൗണ്ട് ഡിസേബിൾ ആക്കി വെച്ചടാ. എന്തിനാന്നറിയോ? ഓന്റെ ഫോളോവേഴ്സ് ഇറങ്ങിപ്പോന്ന് പേടിച്ചിട്ട്. അന്ത ഭയം എനിക്ക് വാണടാ. ഈ ജനങ്ങളെ മൊത്തം പറ്റിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇജ് അതിനെ അനുഭവിക്കും. നീ ചെയ്ത ഓരോ കാര്യങ്ങളും അത് ഫേക്ക് ആണെന്ന്. എടാ ആ ഒരു പാവം ആ ഒരു ഉമ്മാക്ക് വരെ ഫോൺ കൊണ്ടേ കൊടുത്തു. ഹോസ്പിറ്റലിൽ പോയി കണ്ടിച്ച് പൈസ കൊടുത്തു. എന്തെല്ലാം കളവാണ് അജ് ചെയ്തത്. ഇനി എല്ലാരും ഓരോ സപ്പോർട്ട് ചെയ്തോളി. ഇനി ഇന്നങ്ങൾ ഇതിൽ വന്ന് തെറി വിളിച്ചാലും എനിക്കൊരു ഒലക്കില്ല മക്കളെ. എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എന്താന്നുള്ളത്. അത് മതിയടാ. എനിക്ക് അതിലപ്പുറമായിട്ട് ഒരു തേങ്ങ ഈ ലോകത്ത് ഞാൻ കൊണ്ടുപോകില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, അത് ഉറപ്പാ. പക്ഷെ ഞാൻ മരിക്കുന്നതിന്റെ മുന്നേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വാക്കെങ്കിലും ഒരാൾ നല്ലത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത്ര മതിയടാ എനിക്ക്. അപ്പൊ ഓക്കെ, മഹസലാമ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന 2-4 ദിവസം പഴക്കമുള്ള രസം കോമഡിയായിട്ട് കണ്ടാൽ മതി. ചിരിക്കാൻ ഇടയ്ക്ക് ഞാൻ വകുപ്പിട്ടത് അത്രയായിട്ട് കണ്ടാൽ മതി. ഇത് മൈൻഡിൻ്റെ കാര്യമേ ഇല്ല. അയ്യോ കഷ്ടം. പൊട്ട് MRC ഗ്യാങ് ഇഷ്യൂ കോപ്പ് എന്നെ കൊണ്ടെന്നാ പറയിപ്പിക്കല് കുറെ അപരാധികൾ. ഓക്കെ, ഇത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. തൊപ്പിയെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് വെളുപ്പിക്കുകയെന്നല്ല ചെയ്യുന്നത്. പക്ഷെ എവിടേക്കും അവൻ്റെ ഭാഗത്തൊരു ശരിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇവന്മാരെല്ലാം പച്ച കള്ളമാണ് പറയുന്നത്. ഈ മമ്മു ആയാലും ഷമീർ ആയാലും മറ്റു വേറൊരുത്തൻ, അവൻ അന്ന് പൈസയെ വേണ്ടെന്ന് പറഞ്ഞ് വന്നവനാണ് ആദ്യം. ഞാനത് എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാനത് കണ്ടതാണ്, ആരും പറഞ്ഞു തന്ന് അറിഞ്ഞതല്ല. ഞാനത് കണ്ട കാര്യം വേണ്ടാണ് എനിക്ക് നല്ല ഓർമ്മ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നവന്മാർ ഇപ്പോൾ വന്നിട്ട് പണം എന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്നുണ്ട്. മനുഷ്യന് പണം അത്യാവശ്യമാണ്. പണം ഇല്ലെങ്കിൽ അവൻ പിണത്തിന് തുല്യമാണ്. പണമില്ലാണ്ട് ഇവിടെ ജീവിക്കാനും പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നീയൊക്കെ കാണിക്കുന്ന ശുദ്ധ തന്തയില്ലായ്മയാണ്. കൂടെ നിന്നവനും നിന്നെയൊക്കെ ഈ ഒരു ലെവലിലാക്കി 10 ആളറിയുന്ന രീതിയിലാക്കിയവനെ വലിച്ചു കയറി നീയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ടിട്ട് നിനക്കൊക്കെ
സ്ഥാനം നേടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെയൊക്കെ മണ്ടബുദ്ധിത്തരമാണ്. ഓക്കെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, പണത്തിന് വേണ്ടി ഇവിടെ തമ്മിൽ തല്ലി ചാവും. എടാ സ്വന്തമായിട്ട് പോയി ഉണ്ടാക്കടാ, അവൻ്റെ താങ്ങി നിൽക്കാതെ സ്വന്തമായിട്ട് പോയി ഉണ്ടാക്കടാ. കുറേ വെച്ച് അവനെ വെച്ച് ഉണ്ടാക്കി മുതലാക്കിയില്ലേ. ചായ കുടിക്കാൻ പൈസ ഇല്ലാത്തവൻ തൊപ്പിയുടെ ഇതിൽ വന്നിട്ട് ലൈവിൽ വന്ന് സൂപ്പർ ചാറ്റ് 2000 രൂപ ചോദിച്ചു. ചായ കുടിക്കാൻ പൈസ ഇല്ലെന്ന്, മറ്റവന് ഷീറ്റിടാൻ പൈസ ഇല്ലെന്ന്. എടാ തള്ളി മറിക്കാതെ എണീച്ച് പോടാം പുന്നാര മക്കളെ. ഇനി തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ചെട്ടി കഴുകാൻ പോയത്, നിനക്കൊക്കെ പറ്റില്ലെങ്കിൽ കഴുകാൻ പോയെന്നില്ല. ഇപ്പം കഴുകിട്ട് വന്നിട്ട് ഇപ്പം കുണയ്ക്കുന്നതിന് നാറികളെ, ഊളുപ്പില്ലാത്തവനെ. കൂടുതലൊന്നും പറയല്ല. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.